guys, it's me Aadi. അപ്പോൾ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ റഫറൻസ് പിക്ചർ നമ്മൾ വരയ്ക്കാൻ എടുക്കുന്ന പിക്ചറിൽ നമുക്ക് കളർ പാലറ്റ്സ് മാച്ച് ആയത് കിട്ടാൻ വളരെ പാടാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് കളർ പാലറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്നവരെ നിന്നൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇൻഫിനിറ്റി ഡിസൈൻ യൂസ് ചെയ്തിട്ട് തന്നെ കളർ പാലറ്റ്സ് നമുക്ക് ഉണ്ടാക്കാം സ്വന്തമായിട്ട് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ റെഫറൻസിനും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കളർ പാലറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ഇൻഫിനിറ്റി ഡിസൈൻ്റെ ഇൻ്റർഫേസ് ഇതൊരു വെക്ടർ ആപ്ലിക്കേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂ എന്നുള്ള കൊടുത്തിട്ട് ഞാൻ അതിൽ വിഡ്ത്തും ഹൈറ്റൊക്കെ ഡീഫോൾട്ടായിട്ട് എടുക്കുന്നതാണ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റെഫറൻസ് പിക്ചർ എടുക്കണം. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ട്രേസ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രേസ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഡൺ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇമേജിൻ്റെ കളർ പാലറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ റെഫറൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒപ്പാസിറ്റി 100 അതിനുശേഷം നമുക്കൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നമുക്ക് റെഫറൻസ് പിക്ചർ ഒന്ന് ഞാൻ സൂം ഇൻ ചെയ്ത് വെച്ചിട്ട് ആ റെഫറൻസ് പിക്ചറിൻ്റെ ലെയറിനൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഈ കാണുന്ന ഇപ്പോൾ ജാക്കറ്റ് ആയാലും ഫേസ് ആയാലും നമുക്ക് ഇതിനൊക്കെ ഒരേ കളേഴ്സ് ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് വേർതിരിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ആ റെഫറൻസ് പിക്ചർ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ വെക്ടറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ക്വാളിറ്റി എന്നുള്ളത് ഞാൻ 100%, അതായത് 800 വാല്യൂ വളരെ കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. കളേഴ്സ് ഞാൻ ഏകദേശം ഒരു 12-15 അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 16 കളേഴ്സ് എടുത്തു. കാരണം എന്ന് വെച്ചാൽ സ്കിൻ മാത്രമല്ല, ഫേസ് മാത്രമല്ല, ഇതിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ പെടുന്നുണ്ട്. അപ്പം അതിൻ്റെ കളേഴ്സും വരും. സ്മൂത്ത് 100 ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് എടുക്കുന്നുള്ളൂ. 8 ഡീഫോൾട്ടായിട്ട്. ആ കളർ പല്ലറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം അല്ല, ആ സ്റ്റൈല്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ സ്റ്റെൻസിലാക്കിയ പാറ്റേൺ ആക്കുകയൊക്കെ ചെയ്യാം. നമുക്കത് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇനി ആഡ് കളർ പല്ലറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ആ ചെക്ക് ബോക്സ് ഓൺ ആയിരിക്കും. ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുക. ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല. സോ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുക. എന്നിട്ട് വെക്ടറൈസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം ഏറ്റവും താഴെ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് പ്രോസസ്സ് ആവുന്നത് കാണാം. അതായത് ഈ ഒരു റെഫറൻസ് പിക്ചറിനെ വെക്ടറാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പമായിട്ട് വെക്ടറാക്കി എടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇനി വരയ്ക്കാൻ തീരെ അറിയാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഇത് ട്രേസ് ചെയ്ത് വരയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇൻഫിനിറ്റി ഡിസൈനിലുണ്ട്. പലർക്കും അറിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആഡ് കളർ പാലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെക്ക് ബോക്സ് കൊടുത്തത് കാരണം ഈ ഒരു വെക്ടറായി കിട്ടുന്ന ഇമേജിനോടൊപ്പം നമുക്ക് കളർ പാലറ്റ്സും നമുക്ക് സ്ക്വയർ ആയിട്ട് കിട്ടും. നമുക്ക് കാണാം. ജസ്റ്റ് അത് പ്രൊസീഡ് ആവുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്പെക്ക് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടോ, എൻ്റെ ഫോണിൽ ജസ്റ്റ് ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. ഇനി നോക്കാം, അത് ലോഡായി കംപ്ലീറ്റ് ആയി വരുമ്പോൾ നമുക്കത് വെക്ടർ ഇമേജ് ആയിട്ട് അത് കൺവേർട്ട് ആയിട്ട് വരും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇപ്പോൾ ആ കളർ പാലറ്റ്സും അതുപോലെ ആ കോട്ടിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ഒക്കെ നമുക്ക് കളർ പാലറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കിന്ന് മാത്രം മതി, നമ്മൾ വരയ്ക്കുന്നതിൻ്റെ സ്കിന്ന് മാത്രം മതി എന്ന് വിചാരിക്കാം. ജസ്റ്റ് നോക്കി ഇത്രത്തോളം ഫേസിൻ്റെ കളേഴ്സ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ്, കോട്ടിൻ്റെ ആ ജാക്കറ്റിൻ്റെ കളറ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇമേജ് ഇപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ കളർ മാത്രം മതി എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ജസ്റ്റ് ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് നേരത്തെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കിൻ, അതായത് ദുൽഖർ സൽമാൻ്റെ ഫേസ് മാത്രം ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഗാലറിയിൽ നിന്ന് ഞാൻ അതൊന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഡിസൈനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചെങ്കിൽ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മതി. നമ്മൾ ടൂൾസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രേസ് എന്നുള്ള കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ വെക്ടറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടില്ല. ട്രേസ് എന്ന് കൊടുക്കണം. എന്നിട്ട് ഞാൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഒപ്പാസിറ്റി 100 ആക്കി വെക്ടറൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി 800 തന്നെയാണ് എടുക്കുന്നത്. കളേഴ്സ് നമുക്ക് ഏകദേശം 5-6 ഷെയ്ഡ്സ് നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ സ്കിന്നിന് എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ മിനിമം ഒരു 7 അല്ലെങ്കിൽ 6 ഗ്രേഡ്സ് അല്ലെങ്കിൽ കളേഴ്സ് എടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ 8 ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കളേഴ്സ് 8 ഇട്ടു. സ്മൂത്ത് 100 ആണ് എടുക്കുന്നത്. 24 ഹൈയിലാണ് എടുക്കുന്നത്. സിംപ്ലിഫൈ എന്നുള്ളത് 5.0 ഹൈയിലാണ്. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു, വെക്ടറൈസ് ചെയ്തു. അപ്പോൾ അത് ഇമേജ്
വെക്ടറൈസ് ആവുന്നുണ്ട്, പ്രോസസ്സ് ആവുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും. ഏകദേശം ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് എടുക്കാറുണ്ട് സാധാരണയായിട്ട്. നിങ്ങളുടെ ഫോണ് കറക്റ്റ് നല്ലൊരു സ്പെസിഫിക്കേഷനുള്ള ഫോണായി പെട്ടെന്ന് വരും. ഓക്കെ, നമുക്കിതൊരു ചെറിയ ഇമേജ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് കൺവേർട്ടായിട്ട് വന്നത്. നിങ്ങൾക്ക് കാണാം അതിൽ ഉള്ള കളേഴ്സ് മൊത്തം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. എക്സ്പോർട്ട് എന്നുള്ള കൊടുത്തിട്ട് ഞാൻ PNG-യിലാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ SVG സേവ് ചെയ്യാം, പക്ഷെ അത് വേറൊരു ഫയർ ഫോർമാറ്റ് ആയിട്ടാണ് സേവ് ആവുക. ഒന്നുമില്ല PNG അല്ലെങ്കിൽ JPG-യിൽ സേവ് ചെയ്യാം. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി ഒന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗാലറി എടുക്കുകയാണ്. ഗാലറി എടുത്തിട്ട് നമുക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഫയലിലാണ് വന്നിട്ട് എടുക്കുക. ഓക്കെ, എൻ്റെ ഗാലറിയിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫയലിലാണ് വന്നിട്ട് എടുക്കുക. ഓക്കെ, ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതിൽ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇപ്പോൾ സേവ് ചെയ്ത ഇമേജ്. നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്തു വെക്കാം, ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കളർ പെല്ലറ്റ്സ് മാത്രമായിട്ട് വേണമെങ്കിൽ സേവ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഫോണിൽ തന്നെ ക്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എടുത്തിട്ട് ക്രോപ്പ് ചെയ്യുകയാണ് ഈ ഒരു ഇമേജ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ഈ ഒരു കളർ പെല്ലറ്റ്സ് മാത്രം മതി എങ്കിൽ ഞാനിതിങ്ങനെ ക്രോപ്പ് ചെയ്തെടുത്തിട്ട് സേവ് ചെയ്തിട്ടാണ്. അപ്പോൾ PNG ഫയലിൽ നമ്മൾ 4000x4000 അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷനിൽ സേവ് ചെയ്തുകൊണ്ട് ഏകദേശം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കളർ പെല്ലറ്റ്സ് സേവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് സൂം ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നമുക്ക് വരയ്ക്കുന്ന നേരത്തെ ഇൻഫിനിറ്റി ഡിസൈനിൽ പോയിട്ട് നമുക്ക് ഈ കളർ പെല്ലറ്റ്സ് യൂസ് ചെയ്ത് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഇൻഫിനിറ്റി ഡിസൈനിലേക്ക് തിരിച്ച് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഏകദേശം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് നമ്മളുടെ കളർ പെല്ലറ്റ്സിന്. ഇനി നമുക്ക് ഇൻഫിനിറ്റി ഡിസൈനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇൻഫിനിറ്റി ഡിസൈനിലേക്ക് ഞാൻ പോയി. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ഇമേജസും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഇതൊക്കെ. നമുക്ക് കളർ പെല്ലറ്റ്സ് മാത്രം മതിയെന്ന് വിചാരിക്കാം. നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, ഡിലീറ്റ് ചെയ്ത് കളയാണ് റെഫറൻസ് പിക്ചറൊക്കെ. എന്നിട്ട് ഓൾറെഡി നമുക്ക് വരയ്ക്കാനുള്ള റെഫറൻസ് പിക്ചർ മാത്രം വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ് കളർ പെല്ലറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ലെയർ എടുത്തിട്ട് കളർ പെല്ലറ്റ്സ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഫോൾഡറിലാണോ നമ്മൾ സേവ് ചെയ്തേക്കുന്നത്, ഇപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് സേവ് അയക്കുന്നത്, അത് ഞാൻ ഇമേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആ കളർ പെല്ലറ്റ്സ് അതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നമുക്ക് വരയ്ക്കുന്ന ടൈമിൽ ഔട്ട്ലൈൻ ഒക്കെ ഇട്ടതിന് ശേഷം കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ, ഷെയ്ഡ്സ് ഒക്കെ നോക്കി കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഈ ഒരു കളർ പെല്ലറ്റ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഏതൊരു ഇമേജ് ആവട്ടെ, നിങ്ങൾക്കൊരു കാർ വരയ്ക്കാനോ ബൈക്ക് വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് വരയ്ക്കാനോ ലാൻഡ്സ്കേപ്പ് വരയ്ക്കാനോ ഏതൊരു ഇമേജ് ആണെങ്കിലും നമ്മളുടെ റെഫറൻസ് ഇതുപോലെ വെക്ടറൈസ് ആക്കിയിട്ട് നമുക്ക് കളർ പെല്ലറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ് ഇത് ഇൻഫിനിറ്റി ഡിസൈനിലുള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓട്ടോഡെസ്ക് അതുപോലെ IBIS പെയിൻറ്റെക്സ് ഒരുപാട് ഡിജിറ്റൽ ഡ്രോയിങ് ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ചെയ്തതാണ്. അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോ നമ്മളൊരു കളർ സ്ക്രിബിളാണ് ചെയ്യുന്നത്. സ്കിൻ കളർ യൂസ് ചെയ്തിട്ട് സ്ക്രിബിൾ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു കോൾഡ് ഉള്ളതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.